കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷന്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. CBI കൊണ്ടും ED കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ്. നമസ്കാരം. അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ ഇവ അന്വേഷിക്കണം എന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിട്ടും കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിച്ചാൽ മതിയെന്ന് എക്സാലോജി കേസിലെ തീരുമാനം വന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പിൽ BJP CPM ഒത്തുകളിയുടെ ഭാഗമാണിതെന്ന് VD സതീശൻ ആരോപിക്കുന്നു. മോദിയെ സ്വീകരിക്കാനും യാത്രയാക്കാനും മുഖ്യമന്ത്രി പോയതെന്തിനാണെന്നും ചോദിക്കുന്നു പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിന് മുൻപോടിയായി നടക്കുന്ന ഈ ഒത്തുകളി ആരോപണത്തിൽ ലോജിക്കുണ്ടോ? സ്വാഗതം സ്പെഷ്യൽ ഡിഷിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, BJP വക്താവ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, ഈ എക്സാലോജി കേസിൽ ഒരു കേന്ദ്ര ഏജൻസി തന്നെയാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഒത്തുകളി ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? അജിംസേ, ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ, കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം 1,72,00,000 രൂപ വീണ വിജയനും അവരുടെ കമ്പനി എക്സാലോജിക് കമ്പനിയും CMRൽ നിന്ന് വാങ്ങിയിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ല. കൊടുത്ത സേവനം എന്താണെന്ന് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് ഒന്നുകിൽ വെളുപ്പിക്കലാകാം, അല്ലെങ്കിൽ അഴിമതിയാകും. രണ്ടിലൊന്ന് ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റർനെയിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷത്തിലധികമാകുന്നു. എന്നിട്ട് പോലും അങ്ങനെ ഒരു കേസിൽ എന്തുകൊണ്ടാണ് EDയും CBIയും ഒന്നും അന്വേഷിക്കാതിരുന്നത്? മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന EDയും CBIയും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ വീണ വിജയൻ്റെ കേസിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. അത് കഴിഞ്ഞ് ROCക്ക് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ROC അന്വേഷിക്കുന്നു. ROC കൊടുത്ത റിപ്പോർട്ടും സമാനമാണ്. അതിലും പറയുന്നു ഇതേപോലെ തന്നെ ഈ കമ്പനിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശുപാർശ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു അന്വേഷണത്തിന് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് EDക്ക് കൊടുക്കാത്തത്? സാമ്പത്തിക തട്ടിപ്പ് കേസല്ലേ, അല്ലെങ്കിൽ CBI അന്വേഷിക്കേണ്ടേ, അഴിമതി കേസല്ലേ? അപ്പോൾ ഞങ്ങളിത് കൃത്യമായിട്ട് ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് BJPയും CPMഉം തമ്മിലുള്ള ഒരു പാലമായിട്ട് ഈ കേസിനെ ഉപയോഗിക്കുന്നു. ഇതിനു മുൻപും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊടകരയിലെ കുഴൽപ്പണ കേസിൽ K സുരേന്ദ്രനെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാർ ചെയ്ത സേവനങ്ങൾ നമ്മൾക്കറിയാം. എങ്ങനെയാണ് സുരേന്ദ്രൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്? അത്രത്തോളം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വരുമ്പോൾ തെളിവുകളുണ്ടെന്ന്, സാക്ഷിമൊഴികളുണ്ടെന്ന് ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഒഴിവാക്കപ്പെടുന്നത്? ഇപ്പോൾ സുന്ദരയ്ക്ക് പണം കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പിണറായി വിജയൻ്റെ പ്രോസിക്യൂഷൻ അവിടെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാതെ ജാമ്യം കിട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന, മൗന അനുവാദം കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അതിന് സമാനമായിട്ട് കരുവന്നൂർ ആയിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, സ്വർണ്ണക്കടത്ത് ആയിക്കോട്ടെ, ലാവ്ലിൻ കേസ് 37 തവണ മാറ്റിവെച്ചതായിക്കോട്ടെ, ഇവിടെയെല്ലാം CPMഉം BJPയും തമ്മിലുള്ള ഒരു അന്തർധാര നമ്മൾക്ക് സുവ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീണ വിജയന്റെ കേസിലും EDയും CBIയും അന്വേഷിക്കാതെ ഇനി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇതൊരു 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരണമെന്നൊക്കെ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സൗകര്യമൊരുക്കലാണ്. അതിന് സമാനമായിട്ട് വായിച്ചെടുക്കേണ്ട ഒരു അഭിപ്രായം കൂടി വീണ വിജയന്റെ ജീവിത പങ്കാളിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഈ അടുത്ത കാലത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? എക്സാലോജി കമ്പനിയെക്കുറിച്ചോ വീണ വിജയനെക്കുറിച്ചോ അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുകയല്ലേ എന്നാ. ലോക്സഭാ തെരഞ്ഞെടുപ്പും വീണ വിജയന്റെ കേസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സംസാരിച്ചത് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്ന പോയിന്റ് ഇതിൽ പൂർണ്ണമാണ്. BJPയും CPMഉം തമ്മിലുള്ള ഒരു അന്തർധാരയ്ക്കുള്ള അരങ്ങൊരുക്കലാണ് ഈ കേസ്. അല്ലെങ്കിൽ വീണ വിജയനെതിരെ എന്നേ നടപടി സ്വീകരിക്കാമായിരുന്നു. മറ്റ് സമാനമായിട്ടുള്ള കേസുകളിലൊക്കെ എങ്ങനെയാണ് BJP നിലപാട്, EDയുടെ നിലപാട്, CBIയുടെ നിലപാട്, കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നൊക്കെ കാണാവുന്നതല്ലേ? ജിൻഡോ, ഈ ആരോപിക്കുന്ന കാര്യങ്ങൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി നമുക്കൊരു കോൺസ്പിറസി തിയറിയായി മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. കാരണം അതല്ലാത്ത എത്രയോ ഉദാഹരണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം എവിടെ വരെ പോയിരുന്നു?
അതായത് ശിവശങ്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് നിങ്ങൾ വിശേഷിച്ച ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. മറ്റൊന്ന്, കരുവന്നൂർ കേസിൽ ഇ ഡി ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ തങ്ങളെ വേട്ടയാടുകയാണ് എന്ന ന്യായം ഉയർത്താൻ CPM-ന് അവസരമൊരുക്കും വിധം ED യും CBI-യും എല്ലാം കസ്റ്റംസും എല്ലാം സർക്കാരിന് പുറകെയുണ്ട്. അല്ല, അതിൽ ഒരു വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചത് ജിംസേ? നമ്മളത് കേട്ടതല്ലേ? വില്ലേജ് ഓഫീസർക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ, നിങ്ങൾ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കൊടുത്താലും ഒപ്പിടുമെന്ന് ശിവശങ്കർ പറഞ്ഞതായിട്ട് സ്വപ്ന സുരേഷിന്റെ മൊഴികൾ വരെയുണ്ട്. അങ്ങനെയുള്ള ശിവശങ്കർ 100 ദിവസം ജയിലിൽ കിടന്ന കേസ് എന്തിനാ? അതേ ശിവശങ്കറിന്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കില്ലേ? അതുവരെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും മറ്റു മന്ത്രിമാർക്ക് MLA-മാർക്ക് CPM-ന് പോലും ഇല്ലാത്ത പരിഗണന കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിച്ച ശിവശങ്കർ ജയിലിൽ കിടന്നിട്ട് പോലും അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായോ? ഇല്ല. സ്വർണ്ണക്കടത്ത് കേസിൽ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം. എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന്റെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരസ്യമായ പ്രസ്താവനകൾ വന്നു. ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ മകളോ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ കുടുംബാംഗങ്ങളോ ആരും അതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഫേസ്ബുക്കിൽ ഒരു പരാമർശം നടത്തിയാൽ, ഒരു എന്തെങ്കിലും എഴുതിയിട്ടാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്താൽ അതിനെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കേസെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് സ്വപ്ന സുരേഷിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താതെ ഇത്രയും കാലം നിന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം സമാനമായിട്ട് നമ്മൾ കാണണം. ഒരാൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും കാര്യത്തിൽ അപ്ലിക്കബിൾ ആക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ പെടും. വീണ വിജയന്റെ കേസിലും അത് തന്നെ സംഭവിക്കും. വില്ലേജ് അസിസ്റ്റന്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം ഈ ശിവശങ്കറിന് ആപ്ലിക്കബിൾ അല്ലേ? അത് വില്ലേജ് ഓഫീസർക്ക് ബാധകമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ സുവ്യക്തമാണ്. അല്ലെങ്കിൽ ഇന്നലെ ജ്യോതി ബസു അനുസ്മരണത്തിന് പോകേണ്ട മുഖ്യമന്ത്രി എന്തിന് പെട്ടെന്നാണ് അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയത്? ഞാൻ ഒറ്റ കാര്യം കൂടി ഇതിനോട് അനുബന്ധമായിട്ട് പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ സജി ചെറിയാൻ ഇന്ത്യയിലെ ബിഷപ്പുമാർ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി വിളിച്ച, ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് അവിടെ നിങ്ങൾ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ചോദിച്ചോ എന്ന് ചോദിച്ച് ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ മുഴക്കിയത്. ആ രാഷ്ട്രീയം അവിടെ ഉണ്ട്. ശരിയായ രാഷ്ട്രീയം നമ്മൾ ഉയർത്തി പറയേണ്ടതാണ്. പക്ഷെ അതിന് ഉപയോഗിച്ച വാക്കുകൾ, മാധ്യമം ഒന്നും ശരിയായിരുന്നില്ല. എങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ കേരളത്തിന് കിട്ടാനുള്ള കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിന് കിട്ടാനുള്ള നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട പരിഗണനകൾ നൽകാത്തതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് പ്രത്യേക താല്പര്യമെടുത്തിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടത്? ഒരിക്കൽ പോലും മോദിക്കെതിരെ ഒരു വാക്കുരിയാടിക്കൊണ്ട് പ്രതിഷേധിക്കാൻ താല്പര്യം കാണിക്കാത്ത, ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രി ഇന്നലെ മോദിജി എന്ന് അഭിസംബോധന ചെയ്ത്, BJP-ക്കാർക്ക് സമാനമായിട്ട് മോദിജി എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവരെ നമ്മൾ ഇന്നലെ കേട്ടു. ഇതൊക്കെ മകൾ വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. കുറെ കാലങ്ങൾക്ക് മുമ്പ് മെഹിൽ ചോപ്സിയും അല്ലെങ്കിൽ ലളിത് മോദിയും നീരവ് മോദിയും ഒക്കെ രാജ്യം വിട്ടു പോയതുപോലെ വീണ വിജയനും പിണറായി വിജയനും ഈ അധികാരം ഒഴിയുന്നതിന് പിന്നാലെ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള കരുതലെങ്കിലും സർക്കാരുകൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, പ്രകാശൻ മാസ്റ്റർ, ഒരു വശത്ത് കേന്ദ്ര സർക്കാരിനെതിരായ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ, സാമ്പത്തിക ഉപരോധത്തിനെതിരെ എന്ന പേരിൽ സമരം ചെയ്യാനൊരുങ്ങുകയാണ്. അതിന് പ്രതിപക്ഷത്തെയും കൂട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ അർത്ഥത്തിൽ ജ്യോതി ബസു അനുസ്മരണം പോലും ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ, സാധാരണ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് എവിടെയും കാണുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലപ്പോഴും പോകാറില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എത്തിയപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്വീകരിക്കാൻ പോകുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുകയാണ് പ്രതിപക്ഷം. എക്സാലോജി കേസിൽ കമ്പനികാര്യ മന്ത്രാലയ ROC ഒരു ശുപാർശ കൊടുക്കുകയാണ്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, അഴിമതിയുണ്ട് എന്ന് ശുപാർശ കൊടുത്തിട്ടും കമ്പനികാര്യ മന്ത്രാലയം മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് കേന്ദ്രം തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒത്തുകളിയാണെന്നാണ് ആരോപണം. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്ത് BJP-യുടെ ഒരുപാട് അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് തന്നെയാണ് സോണിയാഗാന്ധിയെ 3 തവണ 12 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിനും രാഹുൽ ഗാന്ധി 5 തവണ 50 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ളത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനം തന്നെയാണല്ലോ. അവിടെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലപാടല്ലല്ലോ ഇവർ സ്വീകരിച്ചത്. രാഷ്ട്രീയമായിട്ട് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിലൊക്കെയല്ലേ അവർ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടല്ലേ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് അഴിമതി കേസ് ഇപ്പോൾ പറഞ്ഞു സുരേന്ദ്രനെതിരെ,
ആ കേസ് നിലവിലില്ല എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ 2006 മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, കേരളം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹമാണ് കേരളത്തിലെ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ നേതാവ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ? എത്ര കാര്യങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചും, അതുപോലെ ബിരിയാണി ചെമ്പിനെ സംബന്ധിച്ചും, അതുപോലെ നമ്മൾ ഈത്തപ്പഴ കുരുവിനെ സംബന്ധിച്ചും, അദ്ദേഹത്തിൻ്റെ വലിയ വീട് സംബന്ധിച്ചും, സിംഗപ്പൂർ യാത്രയെ സംബന്ധിച്ചും എത്ര അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു മേന്മ, ഈ ഒരു മുന്നേറ്റം അത് ഇല്ലാതാക്കണമെങ്കിൽ ആരെയാണ് ആക്രമിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് അറിയാം. അത് BJP ചെയ്യുന്നു, കോൺഗ്രസ് അതിനെ പൂർണ്ണമായി സഹായിക്കുന്നു. ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവത്തിലെ അന്വേഷണം എപ്പോൾ ഉണ്ടായതാ? 2019 അത് കഴിഞ്ഞ് 4 കൊല്ലക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് അപേക്ഷ കൊടുത്ത ആരാ? CMRL. ഇപ്പോൾ പറയുന്ന കേൾക്കും വിചാരിക്കുക ഏതോ കോൺഗ്രസ് നേതാവ് കൊടുത്ത അല്ലല്ലോ. CMRL തങ്ങൾക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന നികുതി, അതായത് നികുതി അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ററിം സെറ്റിൽമെന്റ് സമീപിച്ചത് CMRL. അതിൽ ഈ പറയുന്ന കാര്യം കൊടുക്കണമോ കൊടുക്കണ്ടയോ അത് തീരുമാനിക്കുന്നതിനിടക്ക് ഒരു പ്രോമിനന്റ് പേഴ്സണിന്റെ ബന്ധുവാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെ കരാറിന്റെ MD-യുടെ കാര്യം എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറയേണ്ട കാര്യം എന്താ? ഇനി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി എന്താ? ഇതിന് ഒരു കാരണവശാലും പ്രോസിക്യൂഷൻ നടപടി പാടില്ല എന്നുള്ള അഭ്യർത്ഥന കൊടുത്തല്ലോ CMRL. എന്താ വിധി പറഞ്ഞിരിക്കുന്നത്? ഇവർക്ക് പ്രോസിക്യൂഷൻ സാങ്ക്ടിറ്റി കൊടുത്തിരിക്കുന്നു, ഇമ്മ്യൂണിറ്റി ഉണ്ട് പ്രോസിക്യൂഷന് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇവരുടെ ചെലവുകൾ എല്ലാം തന്നെ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നു. ഇതല്ലേ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി. അതിനു മേലെ കുഴൽനാടൻ വിജിലൻസിന് കേസ് കൊടുത്തു. ആ കേസ് തള്ളിക്കളഞ്ഞു. ഇപ്പോ വേറെ ഒരാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് ഹൈക്കോടതി കേസ് കൊടുത്തു. ഈ കമ്പനിയെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് കമ്പനി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 3 ROCയെ ചുമതലപ്പെടുത്തി. അതിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ബാംഗ്ലൂർ ROC. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര BJPയുടെ കേന്ദ്ര മന്ത്രിയുടെ ഒരു ചാനൽ കിട്ടുകയാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ചന്ദ്രശേഖരൻ്റെ ചാനലാണല്ലോ. അവർക്ക് അത് കിട്ടുന്നു. ഇവിടുന്ന് കിട്ടിയ ഔദ്യോഗിക രേഖയാണോ? ഔദ്യോഗിക രേഖ തെളിയിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നു. അതെല്ലാം ഏറ്റുപാടാൻ ഒരു VD സതീശൻ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മുഖ്യമന്ത്രി പോകുന്നതിന് പകരം VD സതീശനെ അയച്ചാൽ മതിയോ? മതിയാവില്ലല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഈ കേരളത്തിലെ ഔദ്യോഗിക ചടങ്ങിന് എത്രയോ തവണ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഉമ്മൻചാണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഒരു പരിപാടിക്ക് അദ്ദേഹം വരുമ്പോൾ പോകേണ്ട കാര്യമില്ല. ഇവിടെ 4000 കോടിയുടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പോകേണ്ടതില്ല എന്നുള്ളത് എന്ത് ന്യായത്തിന്റെ വിലയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അദ്ദേഹത്തെ G എന്ന് വിളിക്കാൻ പാടില്ല. പിന്നെ എന്താ വിളിക്കേണ്ടത്? വേറെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് മോഡി എന്ന് വിളിച്ചാൽ മതിയോ? ഉമ്മൻചാണ്ടി എങ്ങനെയാണ് വിളിച്ചത്? കുറെ തനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ വാക്കുകൾ പറഞ്ഞ് അതിനെ കൂടെ മോഡി എന്ന് പറഞ്ഞാലാണോ പതിവ്? എന്തു ബാലിശമായ കാര്യങ്ങളാണ് ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസിനാൾ ഉന്നയിക്കുന്നത്? ഇവിടെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ? ഒരു രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ചെല്ലും. മറ്റൊരു രാജ്യത്ത് പ്രസിഡന്റ് വരുമ്പോൾ ഇന്ത്യ പ്രസിഡന്റ് സ്വീകരിക്കാൻ പോകും. അതുപോലെ പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പോകും. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നമ്മുടെ ഇപ്പോൾ കണ്ണൂരിലെ അതിന്റെ മേയർ അദ്ദേഹം പോകുന്നില്ലേ? രാഷ്ട്രീയ എതിരാളിയില്ലാത്തതുകൊണ്ട് അതൊരു പ്രോട്ടോകോൾ അല്ല, അത് എന്തോ ബാന്ധവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിജിലൻസ് കേസ് നേരത്തെ അന്വേഷിച്ചു, ഈ ലാവലിൻ കേസ്. അത് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വിജിലൻസ് അത് ഇല്ല എന്ന് പറഞ്ഞു. അത് തെറ്റാണ് എന്ന് പറഞ്ഞു. പ്രകാശ് മാസ്റ്റർ മേയറുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കൊച്ചി മേയർ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് കൊച്ചിയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ കൊച്ചി മേയർ അവിടെ ഉണ്ടായിരിക്കണം. കൊച്ചി മേയർ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ മേയർ പോകണമെന്ന് ഒരു പ്രോട്ടോകോളും ഇല്ല. ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി വരുമ്പോഴുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി വരുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം പോകണമെന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു റൂളും ഇല്ല. പോകുമ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുമ്പോൾ മേയർ പോകണം. ഒരു വ്യവസ്ഥ എവിടെയില്ല, ഒരു നിയമം എവിടെയില്ല. ഞാനതല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെന്താന്ന് പറഞ്ഞാൽ എങ്ങനെയും കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കണം, കേരളത്തിലെ മുന്നണിയെ അപകീർത്തിപ്പെടുത്തണം. എക്സാലോജി കേസിലേക്ക് വരാം. എക്സാലോജി കേസിലേക്ക് വരികയാണെങ്കിൽ ശ്രീ പ്രകാശ് മാസ്റ്റർ, എക്സാലോജി കേസിൽ ഒരു ഷെയ്ഡി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു. ROCയുടെ റിപ്പോർട്ടിലും അത് പറയുന്നതായിട്ട് ഇപ്പോൾ വാർത്തകളുണ്ട്. അവിടെ എന്താണ് ആ ഷെയ്ഡി ക്യാരക്ടറിനെ കുറിച്ച് ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ കമ്പനി കാര്യ മന്ത്രാലയത്തെ നിയോഗിച്ചതിനെ കുറിച്ചാണ്. എന്തിനാണ് കമ്പനി കാര്യ മന്ത്രാലയം? സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലുള്ള കമ്പനികാല മന്ത്രാലയം അന്വേഷിക്കാൻ പാടില്ല. എന്തിനാ അന്വേഷിക്കുന്നത്? ROCയെ ഇപ്പോൾ തന്നെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
അത് ഒരു കമ്പനി മന്ത്രാലയത്തെ അല്ല, 3 കമ്പനി മന്ത്രാലയത്തെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹൈക്കോടതി. പിന്നെ അതിലടക്കുന്നില്ല ഈ കമ്പനി മന്ത്രാലയം വരുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി ബാംഗ്ലൂർ, ചെന്നൈ, പോണ്ടിച്ചേരി ഈ 3 ROCമാർ ചേർന്ന് വീണയുടെ കമ്പനിക്കെതിരായിട്ട് കിട്ടിയിരിക്കുന്ന ഹർജിയുടെ മേലെ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി തീരുമാനിച്ചു. അതിൽ പെട്ടിരിക്കുന്ന ഒരു ROCയാണ് ഈ പറയുന്ന ബാംഗ്ലൂർ ROC. അവർ വേറെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഈ ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ ഇത് ബോധപൂർവമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ, ചർച്ച നടക്കണല്ലോ. നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് സാധനം വേണ്ടേ ചർച്ച ചെയ്യാൻ? അതല്ലാതെ ഹൈക്കോടതി 3 ROCമാരെ ചുമതലപ്പെടുത്തുന്നു. ROCമാരുടെ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ROCയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അത് നിങ്ങൾക്കെല്ലാം വേദവാക്യം, VD സതീശന് വേദവാക്യം. പിന്നെ അതിന്റെ മേലെ വലിയ ചർച്ച. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഉണ്ടായ ഒരു വലിയ സംഭവം, മഹാരാജാസ് കോളേജിൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന വിദ്യാർത്ഥിയെയും അധ്യാപകനെയും ആക്രമിച്ചു. മീഡിയ വൺ ചർച്ച ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല ഇത്. നിങ്ങൾക്കിത് വിഷയമില്ല. എന്തുകൊണ്ട്? അതിൽ മാർക്സിസ്റ്റുകാരെ കുറ്റം പറയാൻ കഴിയില്ല, പിണറായി വിജയന് കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചർച്ചയല്ല. നിങ്ങൾക്ക് എന്താണോ CPM-ന് കുറ്റം പറയാൻ കിട്ടുന്ന കാര്യം അതേ ചർച്ചയുള്ളൂ. പ്രകാശ് മാസ്റ്റർ 8 മണിക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത് ഒരു നിമിഷം 8 മണിക്ക് ചാനലുകൾ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ AKG സെന്ററിൽ ചോദിച്ച് സ്ഥിരീകരിച്ചിട്ട് വേണോ ചെയ്യാൻ? പക്ഷേ ജനങ്ങളോട് ചോദിക്കണം. ജനങ്ങളോട് കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരമുണ്ടല്ലോ. പ്രധാനപ്പെട്ട വിഷയം നിൽക്കുമ്പോൾ ജനങ്ങളുടെ അട്ടിപ്പേർ നിങ്ങൾ എടുക്കുന്നതിനാണ് BJP ഓഫീസിൽ തന്നെ ചോദിച്ചാൽ മതി. പ്രകാശ് മാസ്റ്റർ 8 മണിക്ക് എന്ത് ചർച്ച ചെയ്യണമെന്നുള്ളത് ജനങ്ങൾക്ക് പ്രശ്നമാണ്. ജനങ്ങളോട് നമ്മൾ ചോദിച്ചോളാം. ചോദിക്കണോ? ഞാനിതാ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പോലെ BJP ആസ്ഥാനത്തോ KPCC ആസ്ഥാനത്തോ ചോദിച്ചാൽ മതി. ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്തിയത്, ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, പബ്ലിക് എല്ലാം വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു തീവ്രവാദ പ്രസ്ഥാനം പബ്ലിക്കിന്റെ അട്ടിപ്പേർ നിങ്ങൾ എടുക്കുന്ന എങ്ങനെയാണ്? ആക്രമണമാണ്. അല്ല, ഈ പബ്ലിക്കിന്റെ അട്ടിപ്പേർ CPM എടുക്കുന്നത് എങ്ങനെയാണ്? അല്ല, പബ്ലിക് അങ്ങനെ ചിന്തിക്കുന്നത് CPM ഒരു നിഗമനത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? ഏത് പബ്ലിക് അങ്ങനെ തീരുമാനിക്കുന്നത് നിങ്ങൾ പറയാൻ കഴിയുന്ന എങ്ങനെയാണ്? പബ്ലിക് പറയട്ടെ. 48% പബ്ലിക്കിന് പിന്തുണയുള്ള പാർട്ടിയാണ് ഞങ്ങൾ. 48% ഉള്ളൂ. 48% ജനങ്ങൾ പിന്തുണയുള്ള പാർട്ടിയാണ് CPM. 48% വോട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്തുണയില്ല ഞങ്ങൾക്ക്. അല്ല 48% 52% അപ്പുറം ഉണ്ടെന്നേ. 52% നിങ്ങൾ അംഗീകരിക്കാത്ത ആളുകളുണ്ട്. അതാണല്ലോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. 52% കേരളത്തിൽ എപ്പോഴാണ് 52% ആർക്കും കിട്ടിയത്? ഒന്ന് പറഞ്ഞാട്ടെ. അല്ല, നിങ്ങൾക്ക് 48 അല്ലെങ്കിൽ 50% ഉണ്ടെങ്കിൽ പോലും 50% നിങ്ങളെ എതിർക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ജനങ്ങളുടെ അട്ടിപ്പേർ എടുക്കലെന്ന് വിനയത്തോടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ഷേഡി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞ ഹൈക്കോടതി പറഞ്ഞിട്ട് അന്വേഷിക്കുകയല്ല ചെയ്തത്. ഒരു നിമിഷം ഹൈക്കോടതി പറഞ്ഞിട്ടല്ല ROC അന്വേഷിക്കുന്നത്. ഞാനത് അങ്ങ് ഇടയ്ക്കേറായിരുന്നാണ്. ഹൈക്കോടതി ആവശ്യപ്പെട്ടുള്ളത് ഈ ROC അന്വേഷണത്തിന് റിപ്പോർട്ട് വേണമെന്ന് മാത്രമാണ്. ഹൈക്കോടതി 3 ROCമാരെ ചുമതലപ്പെടുത്തിയത്, ഒരു ROC അല്ല. അത് നിങ്ങൾ കാണത്തെ ROCയെ ചുമതലപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, കേന്ദ്ര സർക്കാരാണ് ചുമതലപ്പെടുത്തിയത്, ഹൈക്കോടതി അല്ല. അതാ ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി ഞാൻ പറയുന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ പാവയാണ് ഈ ROC ആയാലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആയാലും ED ആയാലും CBI ആയാലും. അതൊക്കെ RSS, ബജരംഗ് ദൾ, BJP എന്നെല്ലാം പറയുന്ന പോലെയുള്ള ഒന്നാണ്. അത് ആർക്കും അറിയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തങ്ങൾക്ക് പരിഗണനാ വിഷയമേ അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് പ്രോമിനന്റ് പേഴ്സണുമായിട്ട് ബന്ധപ്പെടുന്ന പറയാൻ എന്താ അവർക്ക് അധികാരം? എന്തിനാ പറയുന്നത്? റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതെന്തിനാണ് പറഞ്ഞത്? അതായത് 1.25 കോടി രൂപ വാങ്ങിയിട്ട് ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് അവരുടെ ജീവനക്കാരുടെ മൊഴിയുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ പണം കൊടുക്കുന്നത് ഒരു പ്രോമിനന്റ് പേഴ്സന്റെ മകളായതുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടിൽ കണ്ടത്. അല്ല, നിങ്ങളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ അജിംസെ, മീഡിയ വൺ ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി സേവനത്തിന്. അത് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് പറയുന്നത് ആരാ? മീഡിയ വൺ ആണോ അല്ല നാട്ടുപതിനായിരം പറയണോ? അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർ ഓൾറെഡി മൊഴി കൊടുത്തു കഴിഞ്ഞു. ആ CMR പറഞ്ഞു ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല. CMR മൊഴി കൊടുത്തു. അവരത് റെയ്ഡ് നടത്തിയത് പരിശോധിച്ചു. അല്ല, ഒരു നിമിഷം, ഇത് കേവലം മൊഴിയോ കോടതി നടപടിയോ അല്ല ശ്രീ പ്രകാശ് മാസ്റ്റർ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കമ്പനിയിൽ റെയ്ഡ് നടത്തിയാൽ സ്ഥിരീകരിച്ചെന്നേ. അതാണ് ആ റിപ്പോർട്ടിലുള്ളത്. അജിംസെ അതാ പറഞ്ഞേ, നിങ്ങൾ മൊഴിയൊന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ അവർ കൊടുത്ത അഫിഡവിറ്റിൽ ഒരു വാചകം ഞാൻ വായിക്കാം. അത് വിധിയിലുണ്ട്. അവർ കൊടുത്ത അഫിഡവിറ്റ് ആണെന്ന് വിധിയിലുണ്ട്. അതിങ്ങനെയാണ്: The department ought to have considered that the retraction affidavits were filed by the respective employees and the MD wherein it was clarified that no illegal payments were made by the applicant.
The same was also clarified in the settlement application filed by the applicant. ഇത് നിങ്ങൾ ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ 18ാം പേജിൽ നിങ്ങൾ കാണാം. 18ാം പേജ് കഴിഞ്ഞിട്ട് കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട് ശ്രീ പ്രകാശൻ മാസ്റ്റർ. അതൊക്കെ നമ്മൾ വായിക്കുകയും നിരന്തരം ചർച്ച ചെയ്തതാണ്. അതിന്റെ കൺക്ലൂഷനിൽ എന്താണ് പറയുന്നത്? കൺക്ലൂഷനിൽ പറയുന്ന കാര്യമാണ് നമ്മുടെ തർക്ക വിഷയം, അല്ലാതെ അവരുടെ വാദമല്ല. അത് കമ്പനി പിന്നീട്, അതായത് കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ കമ്പനി അത് വിശദീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നതല്ല, കൺക്ലൂഷനിൽ പറയുന്നത് ആണ് നമ്മൾ തർക്ക വിഷയം. നിങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് അജിംസെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് ആദ്യം ചർച്ച ചെയ്ത കാര്യം എന്താ? പണം വാങ്ങിയിട്ടില്ല, പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. 1.72 കോടി വാങ്ങിയിട്ടുണ്ട് എന്ന് വീണയും പറഞ്ഞു, അഫിഡവിറ്റിലും പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു GST കൊടുത്തിട്ടില്ല, GST കമ്മീഷണർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു എന്താ, ഇത് മാസപ്പടിയാണ്, മാസപ്പടി ബാങ്കിലൂടെ കൊടുക്കാൻ കഴിയില്ലല്ലോ, ബാങ്ക് ത്രൂവാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു ആദായ നികുതി പിടിച്ചിട്ടില്ല, ഇതിന് TDS പിടിച്ചിട്ടുണ്ടെന്ന് വന്നു. നിങ്ങൾ ചർച്ച ചെയ്താ ഞാൻ പറഞ്ഞത്, മീഡിയ ചർച്ച ചെയ്ത വിഷയം ഇത്. GST കൊടുത്തിട്ടില്ല എന്ന ആരോപണം ഉന്നയിച്ചത് മാത്യു കുഴൽനാടാണ്, അല്ലാണ്ട് മീഡിയ പ്രകാശൻ മാസ്റ്റർ. മാത്യു കുഴൽനാടാണ് ആരോപിച്ചത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കൺക്ലൂഷനിൽ പറയുന്ന കാര്യം ഈ പണ ഇടപാട് നടന്നത് അവർ ഒരു പ്രോമിനന്റ് പേഴ്സൺ ഡോട്ടർ ആയതുകൊണ്ടാണ്, അതല്ലാതെ ഒരു സേവനം കൊടുത്തില്ല എന്ന് അവർ കൺക്ലൂഡ് ചെയ്ത് പറയുന്നു. മറ്റവരുടെ വാദമല്ല പറയുന്നത്, അവർ കൺക്ലൂഡ് ചെയ്യുന്നു. അവിടെയാണ് ROC ഇതിൽ അഴിമതിയും, ഒരു നിമിഷം, അതിൽ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും അന്വേഷിക്കണമെന്ന് ROC ആവശ്യപ്പെട്ടിട്ടും അത് ED-യിലേക്കോ ആദായ നികുതി വകുപ്പിലേക്കോ CBI-യിലേക്കോ പോകുന്നില്ല. അതാണ് പ്രശ്നം. നാളെ നിങ്ങൾക്കും ഈ ഗതി വരില്ല എന്ന് മീഡിയ അവിടെ വിചാരിക്കണ്ട. ഇവിടെ ഡൽഹി മുഖ്യമന്ത്രി അയാൾ മോശം, കേജ്രിവാൾ വലിയ തെറ്റുകാരൻ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ വലിയ തെറ്റുകാരൻ, പാർലമെന്റ് അംഗം സഞ്ജയ് സിംഗ് വലിയ തെറ്റുകാരൻ, JMM നേതാവ് ഷിബു സോറൻ വലിയ തെറ്റുകാരൻ, BJP നമ്മുടെ ബീഹാറിലെ ലാലു, രാബറി ദേവി, തേജസ്വി യാദവ് എല്ലാവരും തെറ്റുകാര്, ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് അയാൾ തെറ്റുകാരൻ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അയാൾ അഴിമതിക്കാരൻ, ചിദംബരം അഴിമതിക്കാരൻ. അഴിമതിയില്ലാത്ത ആളാരാ? ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് ഇതനുസരിച്ച് അഴിമതിയില്ലാത്ത 2 മനുഷ്യന്മാര്, ഒന്ന് അമിത്ഷായും മറ്റൊന്ന് നരേന്ദ്രമോദിയും. ഞാൻ പറയുന്നത് നാളെ നിങ്ങളെ പിടിക്കും, സംശയമൊന്നും വേണ്ട. മുഴുവൻ ആളുകളും അഴിമതിക്കാർ, നിങ്ങൾ മനസ്സിലാക്കണത്. അത് പറയാൻ നിങ്ങൾക്ക് നാവില്ല, ഇതൊന്നും പറയാൻ. മീഡിയ വേണ്ടി വന്നല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മീഡിയ വേണ്ടി കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും അത്ര മതി നിങ്ങൾ മീഡിയ വേണ്ടി കൂടെ നിൽക്കും, അതിന് സംശയം വേണ്ട. പക്ഷേ ഇവിടെ രാജാവ് നഗ്നനാണെന്ന് പറയുകയാണെങ്കിൽ ധൈര്യം വേണം, അത് നിങ്ങൾക്കില്ല, അതാ പ്രശ്നം. രാജാവ് നഗ്നനാണ് നിങ്ങൾ കാണുന്നുണ്ട്. രാജാവ് ഏതാണ് എന്നുള്ളതാണ് തർക്കം, നഗ്നനായ രാജാവ് ആരാണ് എന്നുള്ളതാണ് തർക്കം. ഞാൻ പ്രകാശ് മാസ്റ്റർ അങ്ങനെയൊക്കെ വരാം. ഞാനൊരു കാര്യം പറയാം, മീഡിയ വണ്ണിനൊക്കെ എതിരെ ഇതുപോലെ വരുമ്പോ നിങ്ങൾ രക്ഷിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല, ഒരു സംശയങ്ങൾക്ക് വേണ്ട. അതായത് രാജ്യം നടക്കുന്നത്. ഭരണമുണ്ട് എന്ന് വെച്ച് എന്ത് വൃത്തികേടും പ്രതിപക്ഷ നേരെ നടത്തുക, അതിനെ ന്യായീകരിക്കാൻ കുറച്ച് കോൺഗ്രസും അതുപോലെ തന്നെ നിങ്ങളെ പോലെ ചില മാധ്യമങ്ങളും. ഇത് അന്യായമാണ് എന്ന് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അധികൃതരെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണെന്ന് പുറത്തു വന്നത്. ശ്രീ കൃഷ്ണദാസ്, ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ്, ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തിൽ കൃത്യമായി അവർ, ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, കൃഷ്ണദാസിലേക്കാണ്. ഞാൻ പറയുന്നത് ആ റിപ്പോർട്ടിൽ ഉള്ളടക്കം സംബന്ധിച്ചല്ല. ആ റിപ്പോർട്ട് എന്തുകൊണ്ട്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പരാമർശം എന്തുകൊണ്ട്, അതാ പറയേണ്ടത്. ശരി, ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എന്ന് പുറത്തു വന്നു. ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തിൽ പറയുന്നത് CBI-യും ED-യും അന്വേഷിക്കേണ്ട കുറ്റകൃത്യങ്ങൾ, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി എന്നിവ ഇതിൽ നടന്നിട്ടുണ്ട് എന്നവർ ശുപാർശ ചെയ്യുന്നു. അവർ അതിന് തൊട്ട് താഴെ ഏതൊക്കെ കമ്പനി നിയമങ്ങളാണ് ഇതിൽ ലംഘിക്കപ്പെട്ടതെന്ന് അവർ കൃത്യമായി വിശദീകരിക്കുന്നു. പക്ഷേ അഴിമതി, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടും നിങ്ങൾക്ക് അതൊന്നും അന്വേഷിക്കേണ്ട എന്നുള്ളിടത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? എന്താ അജിംസ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളൊരു പൊതുസമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു അന്വേഷണ സംവിധാനം, ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം അധിക സമയമായോ? അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഏറ്റെടുക്കാനുള്ള സമയമായോ? അതിന്റെ റിപ്പോർട്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ROC-യുടെ നേരത്തെയുള്ള റിപ്പോർട്ടാണ്, ബാംഗ്ലൂർ ROC-യുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണെന്ന് പുറത്തു വന്നത്. അല്ല, അതായിക്കോട്ടെ. അതിനെ സംബന്ധിച്ച് 3 ROC-കളെ
ഇപ്പൊ ചുമതലപ്പെടുത്തിയിരിക്കുകയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ROC യുടെ റിപ്പോർട്ടിന്മേൽ വീണ്ടും 3 ROC കളെ ചുമതലപ്പെടുത്തിയതിനെ കുറിച്ചാണ് പ്രശ്നം. കാരണം ROC പറയുന്നത് ED-യും CBI-യും അന്വേഷിക്കേണ്ട കുറ്റകൃത്യങ്ങൾ നടന്നു എന്നാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ ഞാൻ അതിലേക്ക് വരാം. നിങ്ങള് കോൺഗ്രസ്സുകാരുടെ സ്ഥലകാല വിഭ്രാന്തി നിങ്ങൾക്കും കൂടി ബാധിക്കല്ലേ? നമ്മളൊരു പ്രശ്നത്തിലേക്ക് വരികയാണല്ലോ. അതായത് കോൺഗ്രസ്സുകാർക്കുള്ളൊരു പ്രശ്നം, അവർ ധരിച്ചിരിക്കുന്നത് ഇപ്പോഴും അവർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ എന്തെങ്കിലും കുഴപ്പം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും സമയത്ത് അവരെ രക്ഷിച്ചെടുക്കാം. ഈ ഒരു മാനസികാവസ്ഥ കുറെ കാലങ്ങളായി രാജ്യത്തെ കോൺഗ്രസ്സുകാർക്ക് നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കുമുണ്ട്. ഇപ്പൊ കേരളത്തിൽ സോളാർ വിഷയത്തെ സംബന്ധിച്ച് എത്ര കാലം സമരം നടന്നു? ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്തു? ഏതെങ്കിലും ഒരാൾക്കെതിരെ കേസെടുത്തോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് BJP-ക്കാർക്ക് CPM-മായി എന്തെങ്കിലും ബന്ധമുണ്ട്. BJP അല്ല ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പേപ്പർ പുറത്തു വരും, ഒരു അന്വേഷണം നടക്കും. സോളാർ കേസിൽ അന്വേഷണം നടന്നു. ഇനി ഇതിൽ മറ്റൊരു കാര്യം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ BJP അല്ലാത്ത ഏതെങ്കിലും ഒരു കക്ഷിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികൾക്ക് പൂച്ചുബലം കെട്ടിയതെല്ലാം ഇല്ലാതെയാക്കില്ലായിരുന്നു, കേസുകൾ അട്ടിമറിക്കപ്പെടില്ലായിരുന്നു. കേരളത്തിലെ പ്രോസിക്യൂഷൻ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് പോലെ തന്നെ ഈ കേസുകളും അട്ടിമറിക്കപ്പെടുമായിരുന്നു, സെറ്റിൽമെന്റിൽ എത്തുമായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ഒരു വിഭ്രാന്തി ഓർമ്മിപ്പിക്കുകയാണ്. ലാവ്ലിൻ കേസ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് എത്ര കാലം കോൺഗ്രസ്സുകാർ കേരളം ഭരിച്ചു? എന്താ സംഭവിച്ചത്? ഞങ്ങൾ കേരളം ഭരിച്ചത് കൊണ്ടാണോ ലാവ്ലിൻ കേസില് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കോടതി വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടായത്? ഞങ്ങൾ കേരളത്തിൽ പ്രോസിക്യൂഷൻ നടത്തിയത് കൊണ്ടാണോ? BJP നേതാക്കന്മാർ ആരെങ്കിലും പ്രോസിക്യൂഷന്റെ ഭാഗമായിരുന്നത് കൊണ്ടാണോ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ പ്രതികളെന്ന സ്ഥാനത്ത് നിന്ന് വെറുതെ വിട്ടത്? സുപ്രീം കോടതിയിൽ അതിന്റെ അപ്പീലല്ലേ നിലനിൽക്കുന്നുള്ളൂ. വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു അങ്കലാപ്പ് വന്നിരിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദിജി 2 പ്രാവശ്യം കേരളത്തിൽ വരികയും സമീപകാലത്ത് BJP-ക്ക് അനുകൂലമായിട്ടുള്ള വലിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് വരുമ്പോൾ ഒരു സെറ്റിൽമെന്റ് അങ്ങ് ആരോപിക്കുക, ഇടതുപക്ഷമായ ഒരു ധാരണ ഉണ്ടാക്കിയെന്ന് അങ്ങ് ആരോപിക്കുക. ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഇതൊക്കെ പുറത്തു പറയാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തെമ്പാടും അഴിമതിക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് മാത്രമല്ല, ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, പ്രതി ചേർക്കപ്പെടുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതും BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നുണ്ടാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസടക്കം, ലൈഫ് മിഷൻ കേസടക്കം എല്ലാ കേസുകളിലും, ഇനി കരുവന്നൂരിലാണെങ്കിലും കണ്ടലയിലാണെങ്കിലും നിങ്ങൾ എവിടെയാ കോൺഗ്രസ്സുകാർക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നില്ലേ കേരളത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച്? എന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് പറയാണ്, പ്രതിപക്ഷ നേതാവും പറയാണ് BJP എന്തോ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. BJP-ക്ക് ധാരണ ഉണ്ടാക്കേണ്ട സുഹൃത്തുക്കളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി അന്വേഷണം നടത്തി ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെങ്കിലും ഒരു നിമിഷം കൃഷ്ണദാസ്, ഈ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരോപണത്തിന് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ആ ചിത്രത്തിൽ നിൽക്കും, അങ്ങ് ടെലിവിഷൻ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും നടുക്ക് നിൽക്കുന്ന ആ മനുഷ്യൻ ശ്രീ M എന്നു പേരുള്ള ആളാണ്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ശ്രീ M-ന് എന്തെങ്കിലും പങ്കുണ്ടോ ഇതിൽ? ഇല്ല, എനിക്കത് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, സോറി, അത് ശ്രീ M അല്ല, അത് ഗവർണറാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ M-ഉം CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശ്രീ M-ന് എന്തെങ്കിലും പങ്കുണ്ടോ ഇതിൽ അവർ ആരോപിക്കുന്നത് പോലെ? അല്ലല്ല, കോൺഗ്രസ്സുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? കേരളത്തിൽ അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് സ്ഥലകാല വിഭ്രാന്തിയാണ്, അല്ലാതെ എന്ത് ചെയ്യാനാണ്? അവർക്ക് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായി ഇനി ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിപ്പിച്ചെടുക്കാൻ വയനാട്ടിൽ എന്തെങ്കിലും ഒരു നയമുണ്ടാക്കാൻ പറ്റുമോ എന്ന് കേന്ദ്ര നേതൃത്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഈ തരത്തിലുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധി ഇനി ജയിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അവരുമായിട്ട് അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റിൽമെന്റിനെ സംബന്ധിച്ച് ആർക്കറിയാത്തത്? BJP-ക്കെതിരായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ച് ആർക്കറിയാത്തത്? രാജ്യത്ത് വോട്ടില്ലാത്ത സാധാരണക്കാർക്ക് പോലും അറിയാം, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. അപ്പൊ രാഷ്ട്രീയം അറിയുന്ന സാധാരണക്കാർ പോലും കാണുന്നത് രാജ്യത്ത് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു BJP-ക്കെതിരായി എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യം എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിലെന്തിനാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച്? K. സുരേന്ദ്രനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുണ്ട്, തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസ്. ആ കേസിൽ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോകുമില്ല. എവിടെ ലാവ്ലിൻ കേസ് മുന്നോട്ട് പോകാത്ത പോലെ തന്നെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് കേസും മുന്നോട്ട് പോകുന്നില്ല. സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അജിംസെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല വിഷയത്തിൽ ഏതാണ്ട് 300-ലധികം കേസുകളിലാണ് ശ്രീ സുരേന്ദ്രനെ പ്രതിയേർത്തത്, BJP-യുടെ നേതാക്കന്മാരെ പ്രതിയേർത്തത്. ഇനി ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്
രാജ്യത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള ആരോപണത്തിന് ആളുകളിൽ നിന്ന് പരാതി എഴുതി വാങ്ങി, സാക്ഷികളെ ഉണ്ടാക്കി, കള്ളസാക്ഷികളെ ഉണ്ടാക്കി, കേസുണ്ടാക്കി BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒന്ന് ഒരു സ്ഥലത്തല്ല, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലാണ്. അപ്പൊ ആരാണ് BJP വേട്ടയാടുന്നത്? അത് കോൺഗ്രസ്സുകാർക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നില്ലേ? അല്ല, അതൊക്കെ വ്യാജ പരാതിയാണോ? അതൊക്കെ വ്യാജ പരാതിയാണോ? അതൊക്കെ വ്യാജ പരാതി അല്ലെങ്കിൽ സുരേന്ദ്രനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കണ്ടേ? പ്രതി ചേർത്ത് കേസ് കൊടുത്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മാത്രം മതിയോ? അങ്ങനെയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് എടുത്തിട്ടുള്ള ആളുകൾക്ക് തന്നെ അറിയാം ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കേസ് കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിയമ നടപടികൾ സംഭവിക്കാൻ പോകുന്നത്. ധാരണയുണ്ട്. അല്ല, ഇതേ ന്യായം ലാവ്ലിൻ കേസിൽ CPM-നും പറയാമല്ലോ. നിങ്ങൾ ഈ പറയുന്ന ന്യായം എന്തെങ്കിലും തുമ്പുണ്ടായിരുന്നെങ്കിൽ CBI പണ്ടേ അത് ഹാജരായി ഹർജിക്ക് ഹാജരാകുമായിരുന്നു എന്ന് പറയാമല്ലോ. ഞാൻ അതല്ലേ നേരത്തെ ചോദിച്ചത്. കേരളത്തിൽ എപ്പോഴെങ്കിലും പ്രോസിക്യൂഷൻ ഭാഗത്ത് BJP ഉണ്ടായിരുന്നോ? ഞാനതല്ല സുപ്രീം കോടതിയിലെ കാര്യം ചോദിക്കുന്നത്, കേരളത്തിലെ അല്ല. സുപ്രീം കോടതിയിൽ അപ്പീൽ ഉണ്ടല്ലോ. അപ്പീൽ അവിടെ കിടക്കാൻ നോക്കിയിട്ട് എത്ര വർഷമായി? എങ്ങനെ അപ്പീൽ ഉണ്ടായതെന്നാ ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അത് സുപ്രീം കോടതിയിൽ അപ്പീൽ എത്താനുള്ള സാഹചര്യം? അതെ, ഓക്കെ. UDF അതിൽ ഒത്തു കളിച്ചു എന്ന് കരുതുക. UDF ഒത്തു കളിച്ചു, അതിൽ പിണറായി വിജയൻ വെറുതെ വിട്ടു. സുപ്രീം കോടതിയിൽ ആ കേസ് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആരാണ് അപ്പീൽ കൊടുത്തത് അജിംസേ? CBI. ഏത് ഗവൺമെന്റ് അപ്പീൽ ഫയൽ ചെയ്തത്? CBIയുടെ ഭാഗത്തുനിന്ന്. CBI. അതാ പറഞ്ഞത്, ഏത് ഗവൺമെന്റ് അത് ചെയ്യിപ്പിച്ചത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷം എത്ര പ്രാവശ്യം അത് കോടതിയുടെ മുമ്പിൽ വന്നു നിങ്ങൾ CBI അഭിഭാഷകൻ ഹാജരാവാത്തത് എന്തുകൊണ്ടാണ്? അജിംസെ, ഒരു കോടതിയിൽ നടക്കുന്ന നടപടികളിൽ എത്രയോ കേസുകൾ നീണ്ടു നിൽക്കുന്നു. അതിനർത്ഥം ആ ആളുകളെ വെറുതെ വിട്ടുവെന്നാണോ? അതിനർത്ഥം ആ കേസിൽ എന്തെങ്കിലും നടപടികൾ നടക്കുന്നില്ല എന്നുള്ളതാണോ? ആ കേസുകൾ എടുക്കുന്ന സമയത്ത്, അത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് അത് അപ്പീൽ കൊടുത്തിട്ടുള്ള അതോറിറ്റിക്ക് അറിയാമല്ലോ അത് എങ്ങനെയാണ് വാദിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആവശ്യം അത് ഇന്ന് നാളെയുമായി ആ കേസ് തീർക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കാതെ അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെയുള്ള ഒരു അഴിമതി കേസ് ഇത്രയും കാലം വൈകിയ ഒരു ഉദാഹരണം ഈ മോദി ഭരണത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ കോടതിയിൽ? അജിംസെ, ഇത്രയും കാലം ആ കേസ് വിടാതെ പിന്തുടർന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കാണിച്ചു തരാം? വിടാതെ നിങ്ങൾ പിന്തുടർന്നിട്ടൊന്നുമില്ല. നിങ്ങൾ അപ്പീൽ കൊടുത്തു, CBI അപ്പീൽ കൊടുത്തു. അതിനുശേഷം കോടതിയിൽ അത് ഹാജരാവുന്നില്ല CBI അഭിഭാഷകൻ. അതാണ് കാര്യം. അതാ ഞാൻ തിരിച്ചു പറഞ്ഞത് നിങ്ങളോട്. ഇത്രയും കാലം ആ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ആ കേസിനെ പിന്തുടർന്ന ഒരു സംവിധാനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ആര് പിന്തുടർന്നു? ആ കേസ് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലാവ്ലിൻ കേസിൽ പ്രത്യേകമായ എന്തെങ്കിലും അന്വേഷണമോ എന്തെങ്കിലും പുതുതായ എന്തെങ്കിലും നീക്കം ഉണ്ടായോ? ഇല്ലല്ലോ. അല്ല, കോൺഗ്രസ്സുകാർ കേരളം ഭരിച്ചിരുന്നപ്പോ എങ്ങനെയാണ് ആ കേസിലെ പ്രതികൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ, ആ കേസ് എങ്ങനെയാണ് വിട്ടുപോകാൻ? അതിന് UDF-ഉം കോൺഗ്രസും മറുപടി പറയട്ടെ. ഞാൻ വരാം അതിലേക്ക് വളരെ പെട്ടെന്ന്. ചെറിയ പ്രധാനപ്പെട്ട വിഷയം
അതിഥികളിലേക്ക് തിരികെ. ശ്രീ ജിൻഡോ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും നിങ്ങൾ ഇതേപോലൊരു ഗൂഢാലോചന സിദ്ധാന്തവുമായി വന്നിരുന്നു. അതായത് ഈ ഒത്തുകളി, അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാർ CPM-നെ സഹായിക്കുന്നു, തെരഞ്ഞെടുപ്പ് കേസിൽ കെ സുരേന്ദ്രനെ CPM സഹായിക്കുന്നു. ഇത്തരം വാദങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ജനം അത് വിശ്വസിച്ചില്ല. നിങ്ങൾ ഈ ആരോപിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ജനം ഏറ്റെടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ തുടർ ഭരണം കിട്ടിയത് എന്നാണ് ഒരു ന്യായം. നിങ്ങൾക്ക് ഇത് ലോജിക്കലി തെളിവ് സഹിതം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കണം. അജിൻസെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് പ്രകാശൻ മാസ്റ്റർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടുള്ള അന്വേഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സൂചിപ്പിച്ച് കടന്നുപോയി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നികുതി വെട്ടിച്ചതിനോ അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയതിനോ കള്ളപ്പണം വാങ്ങിയതിനോ ഒന്നുമല്ല ഈ പ്രശ്നം. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കേസൊക്കെ താങ്കൾക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ സവിസ്തരം പ്രസ്താവിക്കുന്നില്ല. പക്ഷെ താങ്കൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ വിജയനും അതിന് സമാന ഒരു ചെറിയ തടസ്സമുണ്ട്. ജിൻഡോയിലേക്ക് ഞാൻ വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഈ പ്രതിപക്ഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഈ ഒരു ഒത്തുകളി ആരോപണം ഉന്നയിച്ചിരുന്നു നിങ്ങൾക്കെതിരെ. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾക്ക് ആ ആരോപണങ്ങളെ അതിജയിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ ഇത് നിരന്തരം ഇവരിങ്ങനെ ആരോപിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ എക്സാലോജിക്കിൻ്റെ വിഷയത്തിലും അത് വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനെതിരെ ഒരു വലിയ സമരമുഖം CPM തുറന്നിരിക്കുക, LDF തുറന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മോദിജി എന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എത്തുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, ഇതിൽ അവരുടെ നേതാവ് ഇക്കാര്യത്തിൽ ഗീബൽസാണ്. അതുകൊണ്ട് അവർ ആവർത്തിക്കട്ടെ. പിന്നെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി കല്ലെറിയുകയാണ് വേണ്ടത് എന്നുള്ള വാദം അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒന്നല്ലല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യം പിന്നെ സോണിയാഗാന്ധിയോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയോട് തന്നെയല്ലേ. അല്ല, പറയേണ്ട കാര്യങ്ങൾ നരേന്ദ്രമോദി കൊച്ചിയിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ദീർഘനേരം സംസാരിച്ചു എന്നൊക്കെ മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ കേന്ദ്രത്തോടുള്ള സാമ്പത്തിക അവഗണന മുഖ്യമന്ത്രി പറഞ്ഞു കാണുമോ പ്രധാനമന്ത്രിയോട്? അല്ല, നിങ്ങളോട് പറഞ്ഞു എന്താണ് സംസാരിച്ചതെന്ന്? ഇല്ല, പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്നോട് പറഞ്ഞില്ല, നിങ്ങളോട് പറഞ്ഞോ? അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള മികച്ച അവസരമായിരുന്നു. ഞാൻ പറയാന്ന് ഇവിടെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് വേറെ ചർച്ചയ്ക്ക് വേണ്ടി സമയം നിശ്ചയിച്ച് ചർച്ച ചെയ്യാം. അല്ലാതെ കാണുന്ന വേദിയിൽ ആദ്യം കേന്ദ്ര അവഗണന അങ്ങനെ പറയാനല്ലോ വേണ്ടത്. കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി തവണ കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ MP-മാരെ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ BJP-ക്കാരെന്തോ അഴിമതി വിരുദ്ധ അപ്പോസ്തലന്മാർ എന്ന കാര്യമാണ് പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരുപാട് അഴിമതികൾ, അതും കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുള്ള അഴിമതികൾ വന്നല്ലോ ഇവിടെ. റാഫേൽ അഴിമതി, പെഗാസസ് അഴിമതി, അദാനിയുടെ ഓഹരി കുംഭകോണം, വ്യാപക അഴിമതി, ഉജ്ജയിൻ ഭൂമി തട്ടിപ്പ്, കർണാടകയിലെ കമ്മീഷൻ, ഇവയെല്ലാം BJP-ക്കെതിരെയുള്ളതല്ലേ. ഒരൊറ്റ കാര്യത്തിൽ അന്വേഷണമില്ല. അഴിമതി വിരോധം കൊണ്ട് എങ്ങനെ തിളക്കുകയാണല്ലോ BJP-യും RSS-ഉം. തങ്ങൾക്കെതിരെ അഴിമതി ആരോപണം വന്നാൽ ഒരു അന്വേഷണവും ഇല്ല. ഇനി ആർക്കെങ്കിലും എതിരെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവർ BJP-യിലേക്ക് പോയാൽ പിന്നെ അന്വേഷണമില്ല. എത്ര സ്റ്റേറ്റുകൾ വന്ന് കണ്ടിരിക്കുന്നു. BJP എന്ന് പറയുന്നത് അഴിമതി വിമുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു കാറ്റലിസ്റ്റാണ്. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഴിമതി ഉണ്ടാവില്ല. അഴിമതിയൊന്നും പ്രശ്നമേ അല്ല. പിന്നെ ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഇപ്പൊ ലാവലിൻ കേസിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ടല്ലേ ആ കേസ് CBI എടുക്കുന്നത്? അത് UDF-ഉം അതുപോലെ BJP-യും തമ്മിലുള്ള ഒരു അലയൻസിന്റെ ഭാഗമല്ലേ, അവരുടെ സംയുക്തമായ തീരുമാനത്തിന്റെ ഭാഗമല്ലേ? ഇനി ആ കേസിനകത്ത് ഇപ്പോൾ കേരളത്തിന് ആദരണീയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണോ? അല്ലല്ലോ. അദ്ദേഹത്തെ കോടതി ഒഴിവാക്കിയല്ലോ കേസിൽ നിന്ന്. അപ്പീൽ എന്നാ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ശരിയല്ല, അദ്ദേഹത്തെ വീണ്ടും പ്രതിയാക്കണം എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ആ തെളിവ് കൊടുക്കാൻ കേന്ദ്രത്തിന് കയ്യിലുണ്ടോ? ഉണ്ടാക്കി കൊടുക്കട്ടെ. BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. പിണറായി വിജയനെ വീണ്ടും അതിൽ പ്രതിയാക്കണം എന്നുള്ള CBIയുടെ ആവശ്യത്തിന് എന്തെങ്കിലും ന്യായം, എന്തെങ്കിലും തെളിവ് ഉന്നയിക്കാനുണ്ടോ? ഇല്ല. അവിടെ അവർ ഹാജരാൻ കഴിയില്ല. ഹാജരായി കഴിഞ്ഞാൽ പറയണ്ടേ? ഹാജരാകാൻ പറയേണ്ടി വരും. ഒരു തെളിവുമില്ല. അതുകൊണ്ട്
ഞങ്ങളുടെ അപ്പീൽ പിൻവലിക്കുന്നു. അതിലാണ് പറയാൻ കഴിയോ? അതിനെന്തോ നിങ്ങൾ പറയുന്നത് കേട്ട് തോന്നുക ലാവ്ലിൻ കേസിനകത്ത് ഇപ്പോഴും കേരളത്തിന് ആദരണീയ മുഖ്യമന്ത്രി പ്രതിയാണെന്നാണ്. അല്ല, അദ്ദേഹത്തെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതിന്റെ മേലെയാണ് അപ്പീല്. അപ്പീലോട് CBI ആണ്. അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ. പിന്നെ സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണമൊന്നും അവസാനിച്ചിട്ടില്ല. കൃത്യമായ തെളിവ് കിട്ടിയാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ തെളിവ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം അടങ്ങുന്ന ഫോണും മെമ്മറി കാർഡും ഒക്കെ സംസ്ഥാനത്തെ ലാബോറട്ടറിയിൽ പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് അടക്കം പോലീസിന് ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ കുറ്റപത്രം കൊടുക്കുന്നില്ല. കുറ്റപത്രം കൊടുക്കുന്നത് പറഞ്ഞിരുന്നു, ഇതുവരെ ഒന്നും കണ്ടില്ല. നിങ്ങളാണോ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ? അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുവരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഈ കേസ് എന്ന് നടന്നാണ് 2021 തെരഞ്ഞെടുപ്പിലാണ്. ഇപ്പോൾ ഇത് 2024. 3 കൊല്ലം. അതായത് തെളിവൊക്കെ പരാതിക്കാർ തെളിവടക്കം ഹാജരാക്കിയിട്ടാണ്. പരാതിക്കാർ തെളിവടക്കം ഹാജരാക്കിയ കേസിലാണ് ഇത് നടപടി. ഈ പറയുന്ന CMRL നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം പറയല്ല. CMRL ഈ പറയുന്ന എക്സാലോജി കേസ് എപ്പോഴാ? 2017 മുതൽ 20 വരെയാണ്. 2019 CMRL അന്വേഷണം. എത്ര കൊല്ലായി? 4 കൊല്ലായോ? നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ CPM എതിരാണെങ്കിൽ 10 കൊല്ലായാലും ചർച്ച ചെയ്യാന്നാണോ? മറ്റേതാണെങ്കിൽ 6 മാസമാകുമ്പോൾ ഉടനെ ചർച്ച വേണ്ടെന്നാണോ? രണ്ടുതരം ന്യായം പറ്റില്ലല്ലോ. 2019 ചർച്ച വേണ്ടെന്ന് വെച്ചത് അതിനല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുന്നോട് പറയാ ഇത് ഇത്ര മാസമായല്ലോ. അല്ല, ഇത്ര മാസമല്ല, അങ്ങ് പറഞ്ഞ് തെളിവുണ്ടെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസിലാണ് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം, തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഹാജരാക്കും. തെളിവ് അടക്കം കൊടുത്തിട്ട് ആ തെളിവ് ഒരു നിമിഷം തെളിവ് പരിശോധിച്ച റിപ്പോർട്ട് ആ ലാബിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൈ കിട്ടിയിട്ട് കുറ്റപത്രം കൊടുക്കാത്തതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 3 വർഷമായി. അല്ല, ആ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ അറിയില്ല. അന്വേഷണ റിപ്പോർട്ടും ഇല്ല, കുറ്റപത്രവും ഇല്ല, അതാണ് പ്രശ്നം. കുറ്റപത്രവും ഇല്ല, അന്വേഷണ റിപ്പോർട്ടും ഒന്നും ഇല്ല. ആ കേസ് എന്തായെന്നാണ് ചോദ്യം. അതല്ല, നിങ്ങൾ വെറുതെ ഗസ് അടിക്കുന്നതാണ്. എന്ത് ഗസ്? അത് ഗസ്സല്ല, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല. അത് ഗസ്സല്ല. പരാതിക്ക് ആധാരമായ ശബ്ദരേഖ ഉൾപ്പെടെ പരാതിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അല്ല, പരാതി അത് അന്വേഷിച്ച് തെളിവെടുക്കേണ്ടതാരാ? പരാതിക്കാരാണോ? പോലീസ്. നിങ്ങളുടെ പോലീസാണ് അന്വേഷിക്കുന്നത്. നിലവിലുള്ള തെളിവ് നിയമം അനുസരിച്ച് അതിന് തെളിവെടുക്കേണ്ടതാരാ? തെളിവ് കിട്ടിയാൽ AKG സെന്റർ കോൺഗ്രസ് ആക്രമിച്ചു. നിങ്ങൾ 4 ദിവസം ചർച്ച ചെയ്തല്ലോ. മീഡിയ 4 ദിവസം ചർച്ച ചെയ്തല്ലോ. പ്രതികളെ പിടിക്കില്ല, ഇവർ ഒത്തുകളിയാണ്. പക്ഷേ പ്രതികളെ പിടിച്ചല്ലോ. പിന്നെ നിങ്ങൾക്ക് ചർച്ചയുണ്ടോ? ഇത് പ്രതിയെ കണ്ടെത്താത്ത പ്രശ്നമല്ല, ഒരാൾക്കെതിരെയുള്ള പരാതിയാണ്. അയാൾക്കെതിരെയുള്ള തെളിവ് പരാതിക്കാർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ലെന്ന്. കാസർകോട്ടെയും ബത്തേരിയിലെയും തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസിൽ സുരേന്ദ്രൻ ഒന്ന് ചോദ്യം പോലും ചെയ്തിട്ടില്ല. പോലീസ് ഒന്ന് ചോദ്യം പോലും ചെയ്തിട്ടില്ലെന്ന്. അജിംസെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സ്വർണ്ണക്കേസിൽ പ്രതിയാണ് എന്നുള്ള ചർച്ച മീഡിയ എത്ര ദിവസം നടത്തിയിട്ടുണ്ട്? ഒരു 30 നടത്തിയിട്ടുണ്ടോ ചുരുങ്ങിയത്? എന്റെ ക്വസ്റ്റ്യൻ മാധ്യമങ്ങൾ ഏതൊക്കെ വിഷയം ചോദ്യം ചെയ്തു എന്നുള്ളതല്ല. ഈ 2 കേസിൽ, ഗുരുതരമായ 2 കേസിൽ സുരേന്ദ്രനെ കേരള പോലീസ് ചോദ്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, തെളിവ് ഗവൺമെന്റിന് കിട്ടിയാൽ, തെളിവ് പോലീസിന് കിട്ടിയാൽ തെളിവ് പോലീസിന് കൊടുത്തിട്ടുണ്ടെന്ന് പരാതിക്കാരാ പറയുന്നത്. തെളിവിന്റെ ശാസ്ത്രീയ പരിശോധന ലാബിലേക്ക് അയച്ചതിന്റെ റിപ്പോർട്ട് പോലീസിന് കിട്ടി. എന്നിട്ടും കുറ്റപത്രം ഇല്ലാന്ന് ഫാക്ടാണ്. പരാതിക്കാരന് എപ്പോഴും പരാതി ഉണ്ടല്ലോ. അല്ല, പരാതിക്കാരന് കേസ് എടുക്കണം തന്നെയാണല്ലോ അഭിപ്രായം. എന്നാൽ ഇന്ത്യയിലെ തെളിവ് നിയമം അനുസരിച്ച് പരാതിക്കാരനല്ല തെളിവ് ഹാജരാക്കേണ്ടത്, പ്രോസിക്യൂഷനാണ്. നിങ്ങൾക്കറിയാത്തല്ലോ. അതിന് പ്രോസിക്യൂഷന്റെ കയ്യിൽ കുറ്റപത്രം കിട്ടണ്ടേ? കുറ്റപത്രം കൊടുത്താലേ പ്രോസിക്യൂഷൻ കേസ് വാദിക്കാൻ പറ്റുള്ളൂ. കേസ് അന്വേഷിക്കുന്നില്ല, കുറ്റപത്രം കൊടുത്തില്ല എന്നാണ് എത്ര നേരം പറയുന്നത്. കുറ്റപത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറ്റപത്രം FIR ആണ്. അത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? FIR-ഉം കുറ്റപത്രം പ്രകാശ് മാസ്റ്റർ അറിയാലോ. FIR അത് തർക്കിക്കേണ്ട കാരണം നിങ്ങൾക്ക് തർക്കിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ആദ്യത്തെ കുറ്റപത്രം FIR ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ തർക്കിക്കാൻ സെന്റർ ആക്രമിച്ചപ്പോ ശ്രീ ജിൻഡോ,
നിങ്ങൾ നിരന്തരം സർക്കാരിനെതിരെ ഈ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഒത്തുകളി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിയമത്തിലുള്ള വലിയ 2021 വിജ്ഞാനം ചെളിപ്പുണ്ടാവും. ഓക്കെ 2021 നിങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. ജനം അത് തള്ളിക്കളഞ്ഞു. വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. CPM-നും സർക്കാരിനെതിരെ നിങ്ങൾ സമാനമായ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നു. അതും ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് CPM-ന്റെ വാദം. അജിംസെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വിചിത്രമായിട്ടുള്ളൊരു വാദം പ്രകാശ് മാസ്റ്റർ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്. കാണുന്ന വേദിയിലൊക്കെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ കാണുന്ന വേദിയിലൊക്കെ ബിഷപ്പുമാര് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്, മണിപ്പൂർ വേട്ടയെക്കുറിച്ച്, ക്രിസ്ത്യൻ വേട്ടയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോ ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് ബിഷപ്പുമാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അതേ വിഷയം ഉപയോഗിക്കാം. അതേ സ്കെയിലിൽ നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കേരളത്തിന്റെ ഇടതുപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ ഒരേപോലെ ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അജിംസിന് എന്താ വിവരം കിട്ടിയെന്നാണ് തിരിച്ച് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് ആ ലോജിക്ക് പിടുത്തം കിട്ടിയില്ല. ഇനി രണ്ടാമത്തത്, ഈ അദ്ദേഹം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കമ്പയർ ചെയ്ത കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായി തെളിവുകൾ കൊടുത്തു, രേഖകൾ കൊടുത്തു, പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അവർക്ക് പറയാനുള്ള മറുപടി പറഞ്ഞു. വീണ വിജയനോ അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിയെ പ്രതിനിധീകരിച്ച് മറ്റാരെങ്കിലുമോ നാളിതുവരെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ മാസപ്പടിയിലും അഴിമതിയിലും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ വന്ന് അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, താങ്കൾ പറയുന്ന മാധ്യമങ്ങളിലൂടെ വരുന്നതൊന്നും ഔദ്യോഗിക രേഖകളല്ല എന്ന്. അപ്പോൾ എനിക്കൊരു സംശയം, കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് പിന്നെ ഏത് രീതിയിലാണ് ഇത് കിട്ടാൻ പോകുന്നത്? വീണ വിജയൻ തരുമോ, അല്ലെങ്കിൽ കമ്പനി കാര്യ മന്ത്രാലയം നേരിട്ട് ഓരോ സാധാരണക്കാർക്കും കൊടുക്കുമോ? മാധ്യമങ്ങൾ വഴി തന്നെയാണ് പ്രകാശ് മാസ്റ്റർ ഇത് ആളുകൾക്ക് കിട്ടുക. ഈ മാധ്യമങ്ങൾ വഴി വന്നിട്ടുള്ള രേഖകൾ തെറ്റാണെങ്കിൽ അതിലുള്ള ആക്ഷേപം നിങ്ങൾ രേഖപ്പെടുത്തണം. വ്യാജമായിട്ടുള്ള രേഖകൾ പടച്ചുവിട്ട മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ കോടതിയിൽ പോകണം. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ന്യായീകരിച്ച് പോകാൻ പാടില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ 1,72,00,000 രൂപ വീണ വിജയനും കമ്പനിയും കൂടി വാങ്ങിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ മാധ്യമങ്ങളിലൂടെ വന്നു. അത് വ്യാജമാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപമില്ലേ? ഇനി 2020 മാർച്ചിൽ നിങ്ങൾ കമ്പനി പൂട്ടാൻ വേണ്ടിയിട്ട് വീണ വിജയൻ തെറ്റായിട്ടുള്ള അഫിഡവിറ്റ് കൊടുത്ത് പൂട്ടിയതിന്റെ പേരിൽ 2 ലക്ഷം രൂപ 2021 ഫെബ്രുവരിയിൽ ഫൈൻ അടച്ചു എന്നുള്ള വാർത്ത വരുന്നു. അത് വ്യാജമാണെങ്കിൽ നിങ്ങൾക്ക് ആക്ഷേപമില്ലേ? ഇനി കമ്പനി ആക്ട് അനുസരിച്ച് 447 448 പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കലും അഴിമതിയും ഈ കമ്പനിയുടെ മറവിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അത് വ്യാജമായിട്ടുള്ള രേഖയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആക്ഷേപമില്ലേ? നിങ്ങൾക്ക് പരാതിയില്ലേ? ഇനി CMRL കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ സംസ്ഥാന സർക്കാരിന്റെ KSIDCയുടെ ഒരു പ്രതിനിധിയുണ്ട്. 1 ലക്ഷം രൂപ ഓണറേറിയം വാങ്ങുന്ന ഒരു പ്രതിനിധി. അവർ പോലും അറിയാതെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കാതെ വീണ വിജയന്റെ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 188 പ്രകാരം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെയെങ്കിൽ അതും വ്യാജമായിട്ടുള്ള ആക്ഷേപമാണെങ്കിൽ വീണ വിജയനോ എക്സാലോജിക്കിനോ വീണ വിജയന് വേണ്ടിയിട്ട് അവരെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആക്ഷേപവും ഇല്ലേ? നിങ്ങൾക്ക് പരാതിയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പരാതിയില്ലാത്തത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ പിതാവോ ആയിട്ടുള്ള കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾക്കൊന്നും ഒരു അഭിപ്രായവും പറയാനില്ലാത്തത്? എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള AK ബാലനും മറുപടി പറയുന്നത്? എനിക്ക് ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഈ കമ്പനികാരി മന്ത്രാലയം അന്വേഷിക്കേണ്ട എന്നുള്ള പ്രകാശ് മാസ്റ്ററുടെ അഭിപ്രായം 100% ഞാൻ യോജിക്കുന്നു. ഇനി കമ്പനികാരി മന്ത്രാലയം അല്ല ഇത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യുമാണ്. കാരണം ROCയുടെ കണ്ടെത്തലിലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലും ഇവിടെ കള്ളപ്പണം വാങ്ങിയിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ നടക്കുമ്പോൾ ഇനിയും വീണ്ടും എന്തിനാ കമ്പനികാരി മന്ത്രാലയം അന്വേഷിക്കുന്നത്? അപ്പോൾ താങ്കളുടെ ആ വാദത്തോട് ഞാൻ 100% യോജിക്കുന്നു. പിന്നെ താങ്കൾ പറയുന്നത് ജനങ്ങളോട് ചോദിച്ചിട്ട് വേണം ചാനൽ ചർച്ച നടത്താനെന്ന്. താങ്കൾ ഈ ചർച്ചയിൽ വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചിട്ടാണോ താങ്കൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ ജനങ്ങളോട് ചോദിച്ചിട്ട് 100% ആളുകളുടെ മുഴുവൻ അഭിപ്രായം തേടിക്കൊണ്ട് മുഴുവൻ ആളുകളെയും പിന്തുണ ആർജിച്ചുകൊണ്ട് ആളുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ അഭിപ്രായം പറയാൻ പറ്റില്ല. ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ എന്തിന്റെ പേരിൽ എങ്ങനെയാണെന്ന് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ പറയാൻ സാധിക്കണം. ഇത് വ്യാജമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ യഥാർത്ഥ രേഖകൾ എന്താണെന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണെന്ന് നിങ്ങൾ പറയണം. അത് പറയാതെ ഇതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. അടുത്തത്, കേന്ദ്ര ഏജൻസികൾ പാവയാണ് എന്നുള്ള താങ്കളുടെ നിരീക്ഷണത്തോടും ഞാൻ യോജിക്കുന്നു. ശരിയാണ്.
കേന്ദ്ര ഏജൻസികൾ BJP വിരുദ്ധമായിട്ടുള്ള BJPക്ക് എതിർചേരിയിൽ നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ ശതമാനം 200 കേസിൽ ഒന്നുപോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ മറ്റൊന്നു കൂടി ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനുള്ള നിലപാട് എടുക്കുന്നുണ്ട്. വീണ വിജയന്റെ കാര്യത്തിലെടുത്ത പോലെ, എക്സാലോജിക്കിന്റെ കാര്യത്തിലെടുത്ത പോലെ, അല്ലെങ്കിൽ ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ CBIയുടെ അഡ്വക്കേറ്റ് ഹാജരാകാതെ എടുക്കുന്ന നിലപാട് പോലെ, സ്വർണ്ണക്കടത്തിൽ എടുത്തതുപോലെ, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എടുത്ത നടപടികൾ പോലെ കേന്ദ്ര ഏജൻസികൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഭരണത്തിന്റെ പാവയാണ്, ചട്ടുകമാണെന്നുള്ള താങ്കളുടെ നിർദ്ദേശത്തോട് ഞാൻ അവിടെയും യോജിക്കുന്നു. അടുത്തൊരു കാര്യം, താങ്കൾ ഇംഗ്ലീഷിൽ കുറെ കാര്യങ്ങൾ വായിച്ചല്ലോ, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമെന്ന്. അത് CMRL കമ്പനി കൊടുത്തിട്ടുള്ള അവരുടെ അഭിപ്രായമാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ, അതിന്റെ കൺക്ലൂഷൻ വായിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ട് ഈ ചർച്ചയിൽ? അതില്ലല്ലോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള അജിംസ, എനിക്ക് കൗതുകം തോന്നി. BJPയുടെ പ്രതിനിധി കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ ടേമിൽ ഒരു വാക്ക് പോലും ഈ വീണ വിജയന്റെ കമ്പനിയെ കുറിച്ചിട്ടോ എക്സലോജിക് സൊല്യൂഷൻസിനെ കുറിച്ചിട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചിട്ടോ ഒരു വാക്ക് പോലും ഉരിയായിട്ടില്ല. താങ്കൾക്ക് തിരിച്ചുപോയി ഇത് പരിശോധിക്കാം. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസുകാർക്ക് സ്ഥലജല ഭ്രമമാണെന്നാ. BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, BJP ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ശരിയാണ്, ലാവ്ലിൻ കേസിൽ 37 തവണ CBIയുടെ വക്കീലിന് ദേഹാസ്വാസ്ഥ്യത്തിൽ മാറി നിൽക്കുന്നത്, അവധി ചോദിക്കുന്നത് BJP ആയതുകൊണ്ടാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കാര്യമായ അന്വേഷണം നടക്കാതെ മുട്ടിലെഴയുന്നത് BJP ആയതുകൊണ്ടാണ്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്താത്തത് BJP ആയതുകൊണ്ടാണ്. കരുവന്നൂർ കേസിൽ നമ്മൾ വിചാരിച്ചു മുൻ മന്ത്രി അടക്കമുള്ള ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, P. രാജീവിനെതിരെ മൊഴിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോഴിവിടെ എന്തൊക്കെയോ നടക്കുമെന്ന്. ഒന്നും നടക്കാത്തതിന് കാരണം BJP ആയതുകൊണ്ടാണ്. ഇനി അജിംസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും കോൺഗ്രസ് ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചു. അന്ന് ശ്രീ കൃഷ്ണദാസ്, ഈ ആരോപണങ്ങൾക്ക് എന്താണ് പറയാ, ഒരു തെളിവില്ലെങ്കിൽ പോലും, ആരോപണങ്ങൾക്ക് തെളിവില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ആളുകൾ അത് മനസ്സിലാക്കും. ശരിയല്ലേ? അജിംസെ, എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാണ്. കാരണം കോൺഗ്രസ് ആണ് കേരളത്തിൽ ഇത്രയും കാലം പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായി ഉണ്ടായിരുന്ന പാർട്ടി. ഏത് CPMന്റെ നേതാവിനെയാണ് ഒരു കേസിൽപ്പെടുത്തി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഏതെങ്കിലും ഒരാളെ അങ്ങനെ ചെയ്തതായി അജിംസിന്റെ അറിവിലുണ്ട്? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്കെതിരായി ഈ ലാവ്ലിൻ കേസുണ്ടായല്ലോ, ഏതെങ്കിലും ഒരാളെ ശിക്ഷിച്ചോ? ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നടപടികൾ അത് പിൻവലിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു നടപടി ഉണ്ടായോ? വിജിലൻസ് അന്വേഷണത്തിൽ എന്തെങ്കിലും നടന്നോ? അപ്പൊ വെറുതെ പറയുക എന്നുള്ളതല്ലാതെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ശ്രീ ജിൻഡോ പറഞ്ഞ എന്താണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അതുപോലെ തന്നെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞാൻ അതുകൊണ്ടാണ് ശ്രീ ജിൻഡോ സൂചിപ്പിച്ചത്, നിങ്ങൾ മറ്റെന്തോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് BJP അളക്കരുത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതെല്ലാം നടക്കുന്നത് ഞങ്ങളായതുകൊണ്ട് തന്നെയാണ് ജിൻഡോ. അത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയല്ലേ, ഞങ്ങളായതുകൊണ്ട് തന്നെയാണ് ഈ കേസുകളിൽ നടപടി ഉണ്ടാകുന്നതും ഈ കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും അകത്തിടുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൃത്യമായ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഈ സർക്കാർ എത്ര തവണ കേസെടുത്തു? എത്ര FIRകൾ രജിസ്റ്റർ ചെയ്തു EDക്കെതിരായി? എത്ര അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു? അതെല്ലാം ഹൈക്കോടതി പോയിട്ടില്ലേ വിട്ടുപോയ സാഹചര്യം ഉണ്ടായത്? അവ കോടതികളിൽ പോലും നിരന്തരമായി പ്രോസിക്യൂഷൻ അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ കാലഘട്ടത്തിൽ, കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെതിരെ ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ എക്സാലോജിക്കിന്റെ കേസിലാണെങ്കിലും ഇനി സ്വർണ്ണം കള്ളക്കടത്ത് കേസിലാണെങ്കിലും മറ്റ് കേസുകളിലാണെങ്കിലും അതെല്ലാം തന്നെ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ കഴിയുന്നത്. നിങ്ങളുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികളെ കൂച്ചുവലങ്ങിടുകയായിരുന്നു, നിങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയായിരുന്നു. കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു കേസുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിനിധിയെ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സാലോജിക് ആയിരിക്കും ഒരു പ്രതിപക്ഷത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഒരു തിരുത്തുണ്ട്. ബത്തേരി തെരഞ്ഞെടുപ്പ് കുഴക്കേസിൽ പോലീസ് കുറ്റപത്രം നൽകി കഴിഞ്ഞിട്ടുണ്ട് നവംബറിൽ. അക്കാര്യം ഞാൻ തെറ്റായി അവിടെ ഉദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പ്രകാശൻ മാസ്റ്ററോട് ഞാൻ അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യും. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ ജിൻഡോ, ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇത്രയും സംസാരിച്ചു.